ഇന്നലെ രാത്രി ഉണ്ടായ ഒരു ദാരുണ സംഭവത്തിലേക്കാണ് ഈ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടയിടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാൻ കുഞ്ഞുമ്മനെ കുത്തിക്കൊന്നത്. പരിക്കേറ്റ ആനപ്പുറത്തിരുന്ന രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ ആനയുടെ കുത്തേറ്റ് അദ്ദേഹത്തിന് കാര്യമായി പരിക്ക് പറ്റി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിഖിൽ, ഗുഡ് മോർണിംഗ്. വളരെ സങ്കടകരമായ കാര്യമാണ് ഈ ആന എഴുന്നള്ളിപ്പ് എത്രമാത്രം അപകടം ആണ് എന്ന് ഇന്ന് രാത്രി കൂടി ഈ മനുഷ്യൻ്റെ മരണത്തോടെ നമുക്ക് വീണ്ടും ബോധ്യപ്പെടുകയാണ്. പറയൂ. ഗുഡ് മോർണിംഗ് സ്കൈൻ. തീർച്ചയായിട്ടും 48 ആനകളാണ് ഈ കൂറ്റനാട് നേർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതിൽ ഉണ്ടായിരുന്ന ഒരു ആനയാണ് ഇടയുന്ന സാഹചര്യം ഉണ്ടായതും അതിൻ്റെ ഒപ്പം നടന്ന പാപ്പാന് ദാരുണ അന്ത്യം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായതും ഈ നേർച്ച കഴിഞ്ഞ് തിരികെ ഈ ആനയെ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത് ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും മറ്റെല്ലാവർക്കും ഓടി രക്ഷപ്പെടാം, പക്ഷെ പാപ്പാനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കില്ല. പാപ്പാനൊപ്പം നിന്നേ മതിയാകൂ എന്നുള്ളത് അയാളുടെ ജോലി കൂടിയാണ്. എന്തായാലും കോട്ടയം സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോനാണ്, 50-കാരനായിട്ടുള്ള കുഞ്ഞുമോനാണ് ജീവൻ നഷ്ടമായത്. ഇയാളെയും കൊണ്ട് ഈ ആന ജംഗ്ഷനിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങളും മറ്റും തകർക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ ആനയെ ശാന്തനാക്കാൻ ശ്രമിച്ച ഈ പാപ്പാനെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അനക്കമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച ആളുകൾ പറയുന്നത്. പക്ഷെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആനയ്ക്ക് മുകളിൽ ഇരുന്നിരുന്ന 2 പേർക്ക് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ വളരെ പ്രയാസപ്പെട്ട് ആനയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇടയ്ക്ക് വെച്ച് അവരും വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റത്. മറ്റൊരാൾക്ക് കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾക്ക് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റാർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജനമാകെ പരിഭ്രാന്തിയിലായ മണിക്കൂറുകളാണ് കടന്നുപോയത്. 10:55 ഇന്നലെ രാത്രി 10:55 ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 48ഓളം ആനകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് ആനകളെല്ലാം തന്നെ മടക്കി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. സ്കൈൻ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സങ്കടകരമായ വാർത്തയാണ്. നമുക്ക് ഇത്രയും വെളിച്ചത്തിന് മുന്നിൽ ഒരു കാട്ടുമൃഗമായ ആനയെ കൊണ്ട് ഇത്തരം എഴുന്നള്ളിപ്പുകൾ നടത്തി മനുഷ്യരെ കൊല്ലിക്കണമെന്ന കാര്യം നമ്മളിനി ആലോചിക്കണമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് വലിയ അപകടം പിടിച്ചൊരു കളിയാണിത്.